ഫുഡ് കഴിച്ചാവോ? ഒന്ന് പോയി നോക്കണം. വേണ്ട വേണ്ട, ഞാനെന്തിനാ അയാളെ കുറിച്ച് എപ്പോഴും അങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്? അല്ല വേണ്ട, പോയി നോക്കാം. വേണ്ട വേണ്ട വേണ്ട. അല്ല അല്ല, ഇയാളിത് എവിടെ പോയി? കാണുന്നില്ലല്ലോ. താനായിരുന്നു. താൻ എന്നെ പേടിപ്പിച്ചു കളഞ്ഞല്ലോ. ഹലോ, താൻ ഈ ലോകത്തൊന്നല്ലേ? എവിടെ താനെന്താടോ ഒന്നും പറയാത്തെ? എന്തെങ്കിലും ഒന്നും ഉണ്ട്? താനെന്തേ കാണിക്കുന്നേ? എന്നെ വിറ്റ് താനെന്താ എന്നെ കാണാൻ വരാതിരുന്നു? എത്ര നേരമായിട്ട് ഞാൻ വെയിറ്റ് ചെയ്യുമായിരുന്നറിയോ? താൻ സംസാരിച്ചു. എന്താ വെയിറ്റ് ചെയ്യണം? താനിതെന്തൊക്കെ പറയുന്നേ? ഞാനൊന്ന് പറയട്ടെ, തനിക്കെന്നെ പേടിയാണോ? കഴിഞ്ഞ ദിവസമൊക്കെ താൻ നല്ല അധികാരത്തോടെയല്ലേ എന്നോട് പെരുമാറിയത്. ഇപ്പൊ എന്താ പറ്റി? അതോ ഇനി എന്റെ സ്റ്റോറി അറിഞ്ഞിട്ടാണോ? അല്ല, അത് താനെങ്ങനെ? ഞാനങ്ങനെ അറിഞ്ഞെന്നാണോ? നിങ്ങൾ രണ്ടുപേരും സംസാരിക്കുന്നത് ഞാൻ കേട്ടു. എല്ലാം കേട്ടല്ലേ? തനിക്കൊരു കാര്യം അറിയോ? എന്റെ അമ്മയ്ക്ക് ശേഷം എന്നെ ഇങ്ങനെ കെയർ ചെയ്തിട്ടുള്ളത് താൻ മാത്രം. ബാക്കി എല്ലാവരും പിന്നെ തന്റെ കൂടെ ഉള്ള ആളും എന്നെ വെറുപ്പോട് മാത്രമേ നോക്കിയിട്ടുള്ളൂ. എടോ താനതൊന്നും മറ്റൊരു കണ്ണിൽ കാണല്ലേ? അപ്പൊ എന്റെ കാഴ്ചപ്പാടാണല്ലോ തെറ്റ്. അല്ലാതെ ഇന്നലെ രാത്രി എന്നെ കിസ് ചെയ്യാൻ വന്നത് അതൊരു ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിരുന്നോ? ഇയാൾ ഉറക്കത്തിലായിരുന്നില്ലേ? ഞാൻ ഇയാളുടെ മുമ്പിൽ നാണം കെട്ടല്ലോ. ഞാൻ പറഞ്ഞൊക്കെ ഇയാൾ കേട്ടോ? താനെന്തൊന്നും പറയാത്തെ? പറഞ്ഞത് ശരിയല്ലേ? എന്ത്? ഞാനെപ്പോ വന്ന? തനിക്ക് വല്ല തോന്നിയതായിരിക്കും. അപ്പൊ എനിക്ക് തോന്നിയതാണല്ലേ? അപ്പൊ താൻ എന്നെ കിസ് ചെയ്യാൻ വന്നിട്ടില്ല അല്ലേ? ഈശ്വര, ഇയാൾ എന്നെ വെറുതെ വിടില്ലെന്ന് തോന്നുന്നു. ഇയാൾ എന്തിനിപ്പോ സംസാരിച്ചെന്റെ ഭഗവാനെ? മിണ്ടാതിരിക്കുന്നതായിരുന്നു ഇതിനേക്കാളും നല്ലത്. താനെന്തെങ്ങനെ ആലോചിച്ചു കൂട്ടുന്നു? എന്തെങ്കിലും ഒന്ന് പറ. താനെന്തിനാ എന്റെ അടുത്തേക്ക് വരുന്നേ? കുറച്ച് ഡിസ്റ്റൻസ് ഇട്ട് നിന്നേ. തന്നോട് ഞാൻ പറഞ്ഞു എന്റെ അടുത്തേക്ക് വരില്ലേ? എടി, നീ എവിടെ പോയി കിടക്കുവാ? ഇങ്ങോട്ട് വന്നേ. ജെനി, നീ വന്നോ? എടി മോളെ, നീ എന്റെ ദൈവമാടി. അവൾ പെട്ടെന്ന് അവനെ തള്ളി മാറ്റി. താൻ മര്യാദക്ക് ആദ്യം ഫുഡ് കഴിക്കാൻ നോക്ക്. നീ വന്നോ? നീ ഇതെവിടെയായിരുന്നു? ഇത്ര നേരമായിട്ട് നിന്നെ ഞാൻ വിളിക്കുക. അല്ല, അയാൾ ഫുഡ് കഴിച്ചോന്ന് നോക്കാൻ. ഇതേ നോക്കിയേ, അയാൾക്കുള്ള ഡ്രസ്സാ. സൈസ് അറിയില്ലല്ലോ, അപ്പൊ ഞാൻ ഊഹത്തിനങ്ങ് വാങ്ങിയതാ. കണ്ടിട്ട് പാകാണെന്നാ തോന്നുന്നേ, അറിയില്ല. എനിക്കങ്ങനെ തോന്നി, അതെടുത്ത്. ചെല്ല, അയാൾക്ക് കൊണ്ടുപോയി കൊടുത്തിട്ട് വാ. അയാളിട്ട് നോക്കട്ടെ. എടാ, അത് നീ കൊണ്ടുപോയി കൊടുത്താൽ മതി. ഓക്കെ, എന്നാ ഞാൻ പോയി കൊടുത്തിട്ട് വരാം. ഇതേ തനിക്കുള്ള ഡ്രസ്സാ. സൈസ് അറിയാത്തോണ്ട് ഞാൻ അങ്ങ് ഊഹത്തിന് വാങ്ങി. പിന്നെ താനിട്ട് നോക്ക്. കുറെ ദിവസമായാലും ഈ മുഷിന്റെ ഡ്രസ്സ് എങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുന്നു. അല്ല, താൻ ഫുഡ് കഴിച്ചില്ലേ? ടാബ്ലറ്റ് കഴിക്കാനുള്ളതാ. താനെന്താ കുഞ്ഞു പിള്ളേരെക്കാളും കഷ്ടമാണല്ലോ. ഫുഡ് കഴിക്കാൻ പറഞ്ഞ് കഴിക്കില്ലേ? ടാബ്ലറ്റ് കഴിച്ചാലല്ലേ എല്ലാം പെട്ടെന്ന് ഓക്കെ ആവും. ഓക്കെ ആയാലല്ലേ തന്നെ ഇവിടെ നിന്ന് പറഞ്ഞു വിടാൻ പറ്റുള്ളൂ. എന്താ താൻ ഇങ്ങനെ നോക്കുന്നേ? ജീവിതകാലം മൊത്തം ഇവിടെ നിൽക്കാനാണോ പ്ലാൻ? തന്നെ ഞങ്ങളെ ഹെൽപ്പ് ചെയ്തെന്ന് പറഞ്ഞ് ഞങ്ങളുടെ തലയിൽ കയറി ഇരിക്കരുത്. അതിന് ഞാൻ പറഞ്ഞില്ലല്ലോ എന്നെ ഹെൽപ്പ് ചെയ്യാൻ. എന്ത്? താൻ സംസാരിച്ചോ? ഇപ്പോഴെങ്കിലും ഒന്ന് തോന്നിയല്ലോ മിണ്ടാൻ. അല്ല, താനെന്തിപ്പോ പറഞ്ഞു? അപ്പൊ ഞങ്ങളെ ഹെൽപ്പ് ചെയ്താണല്ലോ ഇപ്പൊ കുറ്റം. ഞങ്ങളെ ഹെൽപ്പ് ചെയ്തില്ലായിരുന്നെങ്കിൽ കാണായിരുന്നു, അവിടെ കിടന്ന് തീർന്നേനെ. ചിട്ടതും പോരാനിട്ട് ഇപ്പൊ ഹെൽപ്പ് ചെയ്ത കാര്യം പറയുക അല്ലേ? ആരടിച്ചിട്ടെന്നാ താനിപ്പോ പറയുന്നേ? ബോധമില്ലാതെ റോഡിൽ കിടന്ന് തന്നെ രക്ഷപ്പെടുത്തിയതും പോരാനിട്ട് ഇപ്പൊ ഞങ്ങൾക്കല്ല കുറ്റം മൊത്തം. ഇപ്പൊ എന്ത് പ്രശ്നം നിങ്ങൾ തമ്മിലുണ്ടായേ? പക്ഷെ നിനക്കറിയോ, അയാൾ സംസാരിച്ചു. അതായിരുന്നോ? അത് ഞാൻ നേരത്തെ അറിഞ്ഞതാ. ആണല്ലേ? പിന്നെ അയാൾ എന്തൊക്കെയാ പറഞ്ഞെന്ന് നിനക്കറിയോ? നിന്നോട് ഞാൻ അന്നേ പറഞ്ഞത് ഇതൊന്നും വേണ്ടാന്ന്. അപ്പൊ നീ എന്താ പറഞ്ഞേ? നമ്മൾ മെഡിക്കൽ സ്റ്റുഡൻസാ, ഇങ്ങനെ കെയർ ചെയ്യുന്നൊക്കെ നമ്മുടെ റെസ്പോൺസിബിലിറ്റി ആണെന്നൊക്കെ അല്ലേ? അതെ, ഞാൻ അങ്ങനെ പറഞ്ഞു. എന്നിട്ട് ഇപ്പൊ എന്താ ഉണ്ടായേ? നീ അത് പറ. എന്താ ഉണ്ടായെന്നല്ലേ? അയാൾ പറയാ അയാൾ ഇടിച്ചിട്ടേന്നു. ഞാൻ നിന്നോട് അന്നേ പറഞ്ഞതല്ലേ, ഇതൊക്കെ നമ്മുടെ തലയിലാവും. പിന്നെ അയാൾ അങ്ങനെ പറഞ്ഞോ? അയാൾ അങ്ങനെ പറഞ്ഞു. എന്തായാലും കഴിയതും പെട്ടെന്ന് തന്നെ അയാൾ ഇവിടെ നിന്ന് പറഞ്ഞു വിടുന്നത് നല്ലതെന്ന് എനിക്ക് തോന്നുന്നേ. എന്ത് പറഞ്ഞു വിടാനോ? എന്താ നീ അങ്ങനെ ചോദിച്ചേ? എന്താ നിനക്ക് അയാളെ പറഞ്ഞു വിടാനൊരു വിഷമമുള്ളതുപോലെ? എനിക്കൊരു പ്രശ്നവുമില്ല. അങ്ങനെ ആയാൽ നിനക്ക് കൊള്ളാം.
നമ്മൾ അയാളെ ഹെൽപ്പ് ചെയ്തു എന്നും പറഞ്ഞ് ജീവിതകാലം മൊത്തം അയാൾ ഇവിടെ നിർത്താൻ പറ്റുമോ? നമ്മൾ 2 പെണ്ണുങ്ങളാ, അയാൾ ഒരാണും. ഇത് മതി നാട്ടുകാർക്ക് ഓരോന്ന് പറഞ്ഞുണ്ടാക്കാൻ. അല്ലെങ്കിൽ തന്നെ ഒരു പെണ്ണിൻ്റെ ഒപ്പം ഒരാണിനെ കണ്ട ഇവന്മാരെന്തൊക്കെയാ പറഞ്ഞുണ്ടാക്കണേ. റിലേറ്റീവ്സിനില്ലാത്ത കുഴപ്പമാണ് ഈ നാട്ടുകാർക്ക്. ഞാൻ അലക്സിനോട് അയാളുടെ അഡ്രസ്സ് ചോദിച്ചിട്ടുണ്ട്. അവനൊന്ന് തരട്ടെ, എന്തായാലും കയ്യിലിരിക്കട്ടെ. ശരിയാടാ, നീ പറഞ്ഞത് ശരിയാ. ഞാനിപ്പോഴും ആലോചിച്ചേ, അയാൾ എത്രയും പെട്ടെന്ന് പറഞ്ഞു വിടുന്നത് തന്നെ നല്ലത്. നെക്സ്റ്റ് വീക്ക് പപ്പ വരും. പപ്പ വന്നറിഞ്ഞ് ക്രിസ്റ്റി എന്തായാലും വരും. ഇയാളെ അവൻ കണ്ട അവൻ എന്തൊക്കെ ചെയ്തു കൂട്ടാന്ന് എനിക്കറിയില്ല. എന്തായാലും അയാളുടെ മുറിവുകളൊക്കെ ഭേദമായി തുടങ്ങിയില്ലേ, അപ്പം പെട്ടെന്ന് പറഞ്ഞു വിടാൻ നോക്കാം. പിന്നെ നമ്മുടെ ക്ലാസ്സും കുറേ മിസ്സായല്ലോ. അപ്പം എന്തുകൊണ്ടും നീ പറഞ്ഞത് തന്നെ ശരി. ഓ, ഞാൻ ആ കാര്യം മറന്നു. നിന്റെ പപ്പ വരുമല്ലേ? എന്തായാലും അവൻ അഡ്രസ്സ് തരട്ടെ, എന്നിട്ട് വേണം ഇയാൾ ഇവിടെ നിന്ന് പാക്ക് ചെയ്യാൻ. ഞാൻ ചോദിക്കാൻ മറന്നു, അയാൾ ഫുഡ് കഴിച്ചായിരുന്നോ നീ റൂമിൽ പോയപ്പോൾ? ഫുഡ് അവിടെ തന്നെ ഇരിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു ടാബ്ലറ്റ് കഴിക്കാനുള്ളതല്ലേന്ന്, പക്ഷെ അയാൾ കേൾക്കണ്ടേ. അവിടെ കിടക്കട്ടെ. ആടാ അവിടെ പറ. ആർ യു മാഡ്? താൻ എന്താടി കാണിച്ചു വെച്ചേക്കുന്നേ? എല്ലാം ഒന്നും ഭേദമായിട്ട് വരുമല്ലായിരുന്നോ? താനെന്തൊന്നും പറയാത്ത? താൻ വീണ്ടും ഊമയായോ? തന്നോട് ഞാൻ ഓൾറെഡി പറഞ്ഞതല്ലേ ഇങ്ങനെ ഒന്നും ചെയ്ത് വെക്കരുതെന്ന്. താനെന്തൊന്നും പറയാത്ത? എന്തെങ്കിലും പറ. ഇനി താൻ എനിക്ക് ഫുഡ് വാരിത്തരൂലേ? എന്താ പറഞ്ഞേ? ഞാൻ ഫുഡ്? തനിക്ക് ഭ്രാന്താണ്, ഭ്രാന്ത്. കൈ കാണിച്ചേ. എടോ, താൻ മര്യാദക്ക് കൈ കാണിച്ചേ, ഞാൻ നോക്കട്ടെ. എന്തിനാ? ജിയോൺ മര്യാദക്ക് കൈ കാണിക്കാനാ ഞാൻ പറഞ്ഞേ. ഓ, ഇപ്പോഴെങ്കിലും എൻ്റെ പേരൊന്ന് വിളിച്ചല്ലോ, അപ്പോൾ അത് ഓർമ്മയുണ്ടല്ലേ? അത് താൻ കൈ കാണിച്ചേ, ഞാൻ ഡ്രസ്സ് ചെയ്തു തരാം. ഇനി ഇങ്ങനെ ഓരോന്ന് കാണിച്ച് വെക്കല്ലേ. താൻ ഫുഡ് കഴിക്കുക. എനിക്ക് വേണ്ട. ഓക്കെ ഫൈൻ, താൻ ഇനി കഴിക്കും. താനിനി കുറച്ചു നേരം റെസ്റ്റ് എടുക്കുക. പിന്നെ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിൽ ഓർമ്മയുണ്ടാവണം. ഇനി ഇങ്ങനെയൊന്നും ചെയ്തു വെക്കരുത്. എടാ, താനെന്തിനാ കാണിച്ചേ? ജിയോ, എന്നെ വിട്ടേ. വിടാം. താനാദ്യം എൻ്റെ കണ്ണിൽ നോക്കി സംസാരിക്കുക. ഞാനെന്തിനാ തൻ്റെ കണ്ണിൽ നോക്കി സംസാരിക്കുന്നേ? എന്നെ വിട്ടേ. ദയ, എന്നെ നോക്കാനാ ഞാൻ പറഞ്ഞത്. എന്താ ഇങ്ങനെ കൂടുന്നു? പിന്നെ എനിക്ക് അയാളോട് ഇല്ല. എന്നാലും അയാളെ കിസ് ചെയ്യാൻ വന്നപ്പോൾ ഞാനെന്താ റെസ്പോണ്ട് ചെയ്ത? കൂൾ. നീ ഉദ്ദേശിക്കുന്ന പോലെ ഒന്നുമില്ല. ദാറ്റ് വാസ് എ മിസ്റ്റേക്ക്. അതെ, അതൊരു മിസ്റ്റേക്ക് മാത്രം. എന്ത് മിസ്റ്റേക്ക്? ഞാൻ പറഞ്ഞൊക്കെ നീ ഇവിടെ കേട്ടോ? ഇത് മിസ്റ്റേക്കിന്റെ കാര്യം നീ പറയുന്നേ? അല്ല, നീ എന്ത് ഒറ്റയ്ക്ക് സംസാരിക്കാണോ? ഞാനെന്ത് പറഞ്ഞെന്നാ നീ പറയുന്നേ? അല്ല അലക്സ് എന്ത് പറഞ്ഞു? ഓ, അത് മൊത്തം കോംപ്ലിക്കേറ്റഡാ. അതെന്താണ് നീ അങ്ങനെ പറഞ്ഞു? അയാള് താമസിച്ചോണ്ടിരുന്ന വീടില്ലേ, ആ വീടിപ്പോ അവിടെ ഇല്ല. ഇല്ലാന്നോ? അതെന്താ? അതോ, ആ വീടിന്റെ അടുത്തൊരു കൺവെൻഷൻ സെന്ററിന്റെ പണി തുടങ്ങിയായിരുന്നു. അപ്പോൾ അവർക്ക് സ്ഥലം തികയില്ല എന്ന് പറഞ്ഞിട്ട് ഈ ഓണേഴ്സിന്റെ മക്കളില്ലേ, അവരാ സ്ഥലം അങ്ങ് വിറ്റു. ഒരു 2 ആഴ്ചയായി ഇത് നടന്നെന്നാ അലക്സ് പറഞ്ഞ്. ഇതിപ്പോ അവർ ആ സ്ഥലം വിറ്റില്ലായിരുന്നെങ്കിൽ ഇയാൾ അവിടെ കെടുത്താൻ അവർ സമ്മതിക്കായിരുന്നോ? അയാളുടെ ഭാഗത്ത് തെറ്റില്ല, എന്നാലും അവരുടെ കണ്ണിൽ അയാളാണ് അവരുടെ അച്ഛനെ കൊന്നത്. ഇതൊക്കെ പോരാഞ്ഞിട്ട് ഞാൻ എന്തൊരു മണ്ടിയാ. അലക്സ് അന്നേ പറഞ്ഞതാ വാടക വീട്ടിൽ അവർ താമസിച്ചോണ്ടിരുന്നേന്ന്. എന്നിട്ട് ഞാൻ അവന്റെ അടുത്ത് പോയി അഡ്രസ്സ് വീണ്ടും ചോദിച്ചു. അവനാണെങ്കിൽ അത് ഓർക്കാതെ വീണ്ടും അത് കണ്ടെത്താൻ നടക്കുക. എന്നിട്ട് കണ്ടുപിടിച്ച് തന്നു. സത്യത്തിൽ എനിക്ക് എന്തിനാ വാടക വീടിന്റെ അഡ്രസ്സ് എന്ന് എനിക്ക് മനസ്സിലാവാത്ത. അയ്യോ, അപ്പൊ അയാളുടെ സാധനങ്ങളോ? അതിനെ കുറിച്ചൊന്നും എനിക്കറിയില്ല. അപ്പോ
നമ്മൾ പറഞ്ഞു വിട്ട അയാൾ എവിടെ പോവും? അതിനെക്കുറിച്ച് ഞാൻ ആലോചിക്കുന്നത്. എന്തായാലും 2-3 ദിവസം കഴിയട്ടെ, ആളോട് സംസാരിക്കാം. ഞാനെന്തിനാ അയാളിങ്ങനെ ചിന്തിച്ചോണ്ടിരിക്കുന്നേ? ഉറങ്ങാനും ഇയാള് സമ്മതിക്കൂല എന്ന് പറഞ്ഞാ എനിക്ക് കണ്ണടയ്ക്കാൻ പോലും പറ്റുന്നില്ല. അയാളാണ് മനസ്സിൽ വരുന്നത്. ഞാനെന്നെ ഉറക്കാൻ സമ്മതിക്കൂല, എനിക്ക് ഉറക്കാൻ പറ്റുന്നില്ല. ഒട്ടയൊന്ന് മിണ്ടാതെ കിടന്നേ, ഉറങ്ങാൻ സമ്മതിക്കൂലേ? നിനക്ക് വലുത് അറിയണോ? നിനക്കങ്ങ് സൂചിച്ചു കിടന്നാ പോരാ, ഞാനല്ലേ ഇവിടെ കിടന്ന് കഷ്ടപ്പെടുന്നു. നീ എന്താ ഇവിടെ കിടന്ന് പിറുപിറുക്കുന്നു? ഒന്ന് മിണ്ടാതെ കിടന്നേ. സമയം എത്രയായെന്നറിയോ? എനിക്ക് കണ്ണടയ്ക്കാൻ പോലും പറ്റുന്നില്ല. അയാളാണ് മനസ്സിൽ വരുന്നത്. ഞാനെന്നെ ഉറക്കാൻ സമ്മതിക്കൂല, എനിക്ക് ഉറക്കാൻ പറ്റുന്നില്ല.